നമ്മളൊക്കെ പലപ്പോഴും രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ 100,000 ചോദ്യങ്ങളാണ് സ്വയം ചോദിക്കുന്നത്. പകലെല്ലാം നമ്മുടെ ജോലി കാര്യങ്ങളും മറ്റു കാര്യങ്ങളിലുമൊക്കെ ഏർപ്പെടുമ്പോഴും ചോദ്യങ്ങൾ മനസ്സിൽ ഉയർന്നുകൊണ്ടേയിരിക്കും. അതിന് നിർത്തലുണ്ടാവില്ല. രാത്രി കിടക്കും വരെ ഈ ചോദ്യങ്ങൾ നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കും. ഈ ചോദ്യങ്ങൾക്കൊക്കെ മുഖാന്തരം എന്തെങ്കിലും പ്രശ്നങ്ങളാണല്ലോ, അല്ലെങ്കിൽ ചോദ്യമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ പ്രശ്നങ്ങൾ അറിയാം, പരിഹരിക്കപ്പെടുകയില്ലെന്നും അറിയാം. എങ്കിലും ചോദ്യങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുക. ഒരു കാര്യം എനിക്ക് ഉറപ്പായി പറയാൻ കഴിയും, ഇങ്ങനെ ചോദ്യം ചോദിച്ചുകൊണ്ട് തീർക്കാനുള്ളതല്ല നമ്മുടെ ജീവിതം. വാസ്തവമായിട്ടും ഇതിൻ്റെ മധ്യത്തിൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ ചോദ്യങ്ങൾ കരുതിയാകും. ദൈവം ആരെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും. ദൈവപ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടും. അത് നമുക്ക് യേശുവിനോടുകൂടെ യാത്ര തുടരാം. ചില നിമിഷങ്ങളിലെ തുടർചിന്തയ്ക്കായി ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം വായിക്കട്ടെ. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴും ശൂന്യവുമായിരുന്നു. ആഴത്തിൻ്റെ മീതെ ഇരുളുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന് മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. ശൂന്യമായിരുന്നു എന്ന ആ ഒരു ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, വേദപുസ്തകം ആരംഭിക്കുന്നത് ഒരു ശൂന്യതയിലാണോ എന്ന്? അല്ല കേട്ടോ. ദൈവത എന്നുള്ളതല്ല അവിടെ, മറിച്ച് ദൈവത്തിൻ്റെ സർവശക്തിയും ദൈവത്തിൻ്റെ സർവാധിപത്യവും അതോടൊപ്പം തന്നെ മനുഷ്യന് വേണ്ടി ദൈവം കരുതിയിരിക്കുന്ന ദൈവിക കരുതലിനെ കുറിച്ചും ഉണ്ട്. ഞാൻ പറയാൻ വന്ന ഒരു കാര്യം പറഞ്ഞ് നിർത്തട്ടെ വേഗത്തിൽ. പാഴും ശൂന്യവുമായിരുന്നിടത്ത് നിന്ന് നമ്മൾ ഇന്നിവിടെ കാണുന്ന ഈ മനോഹരമായ ഭൂമി എത്ര നാളായി? നൂറ്റാണ്ടുകൾ അല്ല, സഹസ്രാബ്ദങ്ങൾ അതിൻ്റെ ഭംഗി നിലനിർത്തിക്കൊണ്ട് ഭൂമി ഇവിടെ തന്നെ ഉണ്ട്. കോടാനുകോടി ആളുകൾ ഇവിടെ ജനിച്ചു മരിച്ചു, ഈ ലോകം വിട്ടുപോയി. എന്നിട്ട് ഭൂമിക്ക് യാതൊരു വ്യത്യാസവുമില്ല. നോക്കൂ, ശൂന്യമായിരുന്ന ഒന്നിനെ ഇത്രത്തോളം മനോഹരമാക്കി. മാത്രമല്ല, സഹസ്രാബ്ദങ്ങൾ പിന്നിട്ടും അതിൻ്റെ മനോഹാരിതയ്ക്ക് യാതൊരു മാറ്റമില്ലാതെ അത് തുടരുന്നുവെങ്കിൽ ദൈവം എത്ര വലിയവനാണെന്ന് അവിടെ ചിന്തിക്കാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ സുഹൃത്തെ, നിങ്ങൾ ജീവിതത്തിൽ ഭാരപ്പെടുന്ന ചില വിഷയങ്ങളുണ്ട്, സങ്കടപ്പെടുന്ന ചില വിഷയങ്ങളുണ്ട്. മറുപടിയാത്ത ചോദ്യവുമായി ഇനി നിങ്ങൾ അലയുവാൻ ദൈവം ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങൾക്ക് താല്പര്യമായിരുന്ന ഇടത്ത് ഇത്രത്തോളം മനോഹരമായ സൃഷ്ടിപ്പുകൾ ദൈവം ചെയ്തെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയും ദൈവം ചിലത് ചെയ്യും. പ്രാർത്ഥിക്കുന്നു ഞാൻ നിങ്ങൾക്ക് വേണ്ടി. സ്വർഗീയ പിതാവേ, പ്രിയപ്പെട്ടവരെല്ലാവരെയും അങ്ങയുടെ കരങ്ങളിൽ തരുന്നു. ശൂന്യതകളെ മാറ്റണമേ. ഏത് വിഷയമാണ് അവരുടെ ജീവിതത്തിൽ നിർത്താതെ ചോദ്യമായിട്ടിരിക്കുന്നത്, അതിന് പരിഹാരം ഉണ്ടാക്കണമേ. ദൈവപ്രവൃത്തി വെളിപ്പെടുത്തണമേ. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.